റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ചതായി യുക്രൈൻ. 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ടു. കീവിൽ പാർലമെന്റ് മന്ദിരത്തിനു സമീപം ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഏതാനും ദിവസം മുൻപ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചതായും 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണത്തിൽ 40-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും 50-ലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെന്നുമാണ് റിപ്പോർട്ട്. ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് പുലർച്ചെയായിരുന്നു റഷ്യൻ ആക്രമണം. അതിനു മുമ്പ് പോൾട്ടാവയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 50-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത്. 180-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ ആക്രമണത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പോൾട്ടാവയിലെ വിദ്യാഭ്യാസ സ്ഥാപനവും സമീപത്തെ ആശുപത്രിയുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് സെലൻസ്കി ടെലഗ്രാം വീഡിയോയിലൂടെ പറഞ്ഞത്. ഖർക്കീവിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ആക്രമിക്കപ്പെട്ടത്. ഇതുവരെ യുദ്ധത്തിന്റെ ഭീകരത കടന്നു ചെല്ലാത്ത നഗരമായിരുന്നു ഇത്. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഇസ്കന്ദർ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് അനുമാനമെന്നും സെലൻസ്കി പറഞ്ഞു. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് ജോർദാൻ അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ 3 ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജോർദാനും വെസ്റ്റ് ബാങ്കിനുമിടയിലുള്ള ഏക ഔദ്യോഗിക ചെക്ക് പോസ്റ്റായ LNB പാലത്തിലായിരുന്നു സംഭവം. ജോർദാൻ ഭാഗത്തു നിന്ന് ട്രക്കിലെത്തിയ അക്രമി പുറത്തിറങ്ങി വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ വകവരുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്കായി സാധനങ്ങൾ ഇറക്കുന്ന സ്ഥലത്താണ് വെടിവെപ്പുണ്ടായത്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്തേക്ക് വന്ന അക്രമി 3 തവണ വെടിയുതിർക്കുന്നതിന്റെയും ഇസ്രായേൽ സുരക്ഷാ ഭടന്മാർ ഇയാളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നു. മരിച്ച ഇസ്രായേലികൾ 50-നു മുകളിൽ പ്രായമുള്ളവരാണ്. സംഭവത്തിന് പിന്നാലെ ജോർദാന്റെ ഭാഗത്തെ അതിർത്തി അടച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ജോർദാൻ അറിയിച്ചു. കരമാർഗം ജോർദാനിലേക്കുള്ള എല്ലാ വഴികളും ഇസ്രായേലും അടച്ചു.